ആരെങ്കിലും മുള്ളയിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ. ആരെങ്കിലും മുള്ളയിലുണ്ടെങ്കിൽ ഒരു ഹായ് ഇടുക, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് പോയിക്കോളുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാര് ദയവ് ചെയ്ത് മാറി നിൽക്കുക. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരിക. ഓക്കെ, ഒറ്റയടിക്ക് 11 ആള് എന്റെ ലൈവ് കാണുന്നുണ്ട്, പക്ഷെ ഒരക്ഷരാളും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാ മിണ്ടാത്തതെന്ന് എനിക്കറിയാം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിണ്ടിപ്പോയാൽ ആൾക്കാരെടുക്കുന്ന ചീത്ത കിട്ടുന്നത് പേടി കൊണ്ടല്ലേ നിങ്ങൾ മിണ്ടാത്തത് എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പ്രകാശ് ഹായ്. സുരേഷ് ചെന്നൈ സുരേഷ് ഹായ്. ബിനുകുമാർ നമസ്തേ. അഷ്റഫ് ഞാൻ മാറൂല എന്താ അതെന്ത് ഭാഷയാണ്? അനൂപ് കുമാർ ഹായ്. നൗഫൽ പൊടി തീറ്റച്ചീന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നീ തൂറാറില്ലേ നൗഫലെ? മനോജ് പി കെ ഹായ്. മഹേഷ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ, ഇന്നാണ് ആ സുദിനം, ജൂലൈ 1-ാം തീയതി. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഗട്ടാക്കട്ട് പൈസ 8500 രൂപ അക്കൗണ്ടിൽ വരുന്ന ദിവസം. നിങ്ങളെ ആരെങ്കിലും അക്കൗണ്ടിൽ വന്നിനോ സുഹൃത്തുക്കളെ? അത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അക്കൗണ്ടിൽ അപ്പോ തുക കിട്ടിയവർ AICC ഓഫീസിൽ വിളിച്ച് നന്ദി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ രാഹുൽ ഗാന്ധി. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. जुलाई में 1 तारीख सुबह हिंदुस्तान के करोड़ों गरीब लोग अपना बैंक अकाउंट देखेंगे और जादू से 8500 रुपए उस महीने के अंदर महिलाओं के बैंक अकाउंट में। भाई और बहनों, जुलाई में देखेंगे 8500 रुपए, अगस्त में 8500, सितंबर, अक्टूबर, नवंबर, दिसंबर खटाखट 8500 രൂപ. में से हजारों लोगों की लिस्ट बनेगी. 50,000 नहीं, 70,000 नहीं, 90,000 नहीं, 1 लाख रुपया साल का अंदर जाएगा. ഓ പിന്നെ എല്ലാ കോൺഗ്രസ്സുകാരും ഒന്ന് ഇവിടെ വന്നിട്ടൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ നമ്മളെ പരിഹസിക്കലുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. നരേന്ദ്രമോദിജി എല്ലാ മഹിളകളെ അക്കൗണ്ടിൽ 500 രൂപ വെച്ചിട്ടുന്ന സമയത്ത് എല്ലാവരും പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? പരിഹാസ്യ ടീമുകളൊക്കെ ഇവിടെ വന്നിട്ടൊന്ന് പറഞ്ഞാട്ടെ. ഈ ഒരു വീഡിയോ ഒന്നും കൂടി ഞാനൊന്ന് പ്ലേ ചെയ്ത് തരാം. हिंदुस्तान के करोड़ों गरीब लोग अपना बैंक अकाउंट देखेंगे और जादू से 8500 रुपए उस महीने के अंदर മഹിളാങ്ക എല്ലാ പെണ്ണുങ്ങളും ഇവിടെ, കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെ വന്ന പരിഹസിച്ചിട്ട് അവര് ഒരു വല്ലാത്ത രീതിയിൽ പരിഹാസികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സുകാര്. അപ്പം കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ ഒന്ന് വന്നാട്ടെ. കോൺഗ്രസ്സുകാർ വന്നിട്ട് വേണം ഒന്ന് സംസാരിക്കാൻ. എവിടെ പോയി നിങ്ങളെ ആൾക്കാരൊക്കെ? ഇത് സത്യാവസ്ഥയാണോ? നിങ്ങളെയൊക്കെ അക്കൗണ്ടിൽ വന്നൂടെ? നിങ്ങളെയൊക്കെ അക്കൗണ്ടിൽ വന്നൂടെ പൈസ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞാനത് എന്റെ ലൈവ് ഒന്ന് നോക്കിയതാണ് സുഹൃത്തുക്കളെ. എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനു നിന്റെ മട്ട എടാ, നിനക്കൊക്കെ ഇംഗ്ലീഷില് വായിക്കാൻ അറിയില്ലടാ. എന്തോ ആടെ ഇത്? നീ എന്താ ഇങ്ങനെ? ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അതിന്റെ അടിയിൽ ഒരു ഫാസില അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തി വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിച്ചു തരാം. മലപ്പുറത്തിൽ
6000-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ശ്രദ്ധിച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എന്റെ പേജ് ഒന്ന് നോക്കിയാൽ മതി. അവിടെ തന്നെ ഉണ്ട്. മലപ്പുറത്ത് ന്യൂസിന്റെ അകത്ത് അധികം വന്നിട്ടുണ്ട്. എല്ലാ ന്യൂസും മാതൃഭൂമി ചാനലിലും അതുപോലെ തന്നെ മലയാള മനോരമ ചാനലും എല്ലാ ന്യൂസുകാരും ഈ മലപ്പുറംകാരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവര് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഈ 6000-ലധികം പേർക്ക് മഞ്ഞപ്പിത്ത ബാധ്യത ഉള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അതുപോലെ ഞാനും അത് പോസ്റ്റ് ആക്കിയിട്ടിട്ടിരുന്നു. അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ട്. നിങ്ങളത് അതായത് ഒരുവിധ ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിനക്ക് വർഗീയത തുപ്പാനായിട്ടില്ലേ, മാറ്റാനായിട്ടില്ലേ, ഇതാക്കാനായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ആ കമന്റ് ഇപ്പൊ കാണുന്നില്ല. ആ കമന്റ് മുഖ്യോന്ന് അറിയില്ല. ഒരു ഫാസില അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തിയുടെ കമന്റ് ആണ് വന്നത്. അതിപ്പം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ചേച്ചി മുക്കിയോ ചേച്ചിയോ ചേട്ടനോ എന്നറിയില്ല. ചേച്ചിയോ ചേട്ടനോ മുക്കിയിട്ടുണ്ടാവും. അതിപ്പം കാണാനില്ല. ഞാൻ കമന്റ് കണ്ടതായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിനോന്നറിയില്ല. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് 15 പവന്റെ മാല ദാനമായിട്ട് കൊടുക്കും. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളത്, ഫാസില എന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിന്റെയൊക്കെ മലദ്വാർ ഗോൾഡ് ഗുരുവായൂരപ്പൻ സ്വീകരിക്കുന്നതല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ നാഴികക്ക് 40 വട്ടം മലദ്വാർ വഴി സ്വർണം കടത്തിയിട്ട് വരുന്നുണ്ടല്ലോ, ആ സ്വർണം ഗുരുവായൂരപ്പൻ സ്വീകരിക്കുന്നതല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കേട്ടിനാ ഫാസിലെ? ആ പറഞ്ഞ ഫാസില കമന്റ് മുക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ അടിയിൽ ഈ ഒരു കമന്റ് ഇട്ടത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഡിലീറ്റ് ആക്കാൻ കാരണം. മറ്റ് ജില്ലകളിൽ എത്ര പേർക്ക് ഉണ്ടാവോ എന്നറിയില്ല. അപ്പൊ ഈ ചങ്ങാഴ്ചയിലെ കമന്റ് ഞാൻ പ്രത്യേകം എടുക്കാൻ കാരണമുണ്ട്. ഒരാളെ ജനനവും മരണവും അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. പക്ഷെ ഇതിന്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട്, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാല് 15 പവൻ അതായത് ഗുരുവായൂരപ്പന് കൊടുക്കും എന്ന് പറഞ്ഞ ഫാസില അനീഷ് എന്ന ഫേക്ക് ഐഡിയനോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിന്നെ പോലെയുള്ള മലദ്വാർ ഗോൾഡ് ഈ പറഞ്ഞല്ലോ 15 പവൻ എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ മലദ്വാർ ഗോൾഡ് വഴിയാണല്ലോ നിങ്ങളൊക്കെ സ്വർണം കടത്തുന്നത്. അപ്പൊ ഈ മലദ്വാർ ഗോൾഡ് ഗുരുവായൂരപ്പൻ അങ്ങ് സ്വീകരിക്കുന്നില്ല. സാധാരണക്കാരന്റെ, അതായത് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നവന്റെ പൈസ, അത് 1 രൂപയാണെങ്കിലും നമ്മളെ ദൈവം നമുക്ക് ദൈവം തന്നെയാണ്. അത് നീ ഇങ്ങനെ ഹിന്ദുക്കളെ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായിനാ? നീ എന്ന വർഗം, അതായത് ഞാൻ ഈ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൾക്ക് ഇവിടെ പറയും, മൊത്തത്തിനെയും പറയും ഞാൻ. ഇവിടെ കമന്റ് കൊണ്ട് നല്ലതായിട്ട് ജീവിക്കാൻ നോക്കുക. അത്രയും വൃത്തിയോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഇല്ലേ സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഫാസില അനീഷ് എന്ന് പറഞ്ഞ ഫേക്ക് ഐഡി ആണെങ്കിലും ഫേക്കനാണെങ്കിലും അവനോട് എനിക്ക് പറയുന്നത്, നിന്നെ പോലെയുള്ള മലദ്വാർ ഗോൾഡ് അവിടെ സ്വീകരിക്കുന്നതല്ല. നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? നീ 10ഉം 15ഉം ഒക്കെ മലദ്വാരം വഴി സ്വർണം കടത്തുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മലദ്വാരത്തിലൂടെ കടത്തുന്നത് കൊണ്ടാവാം നിനക്കൊരു പക്ഷേ ഈ 15 പവനൊക്കെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരു കാപ്പവൻ കിട്ടണ്ടിക്കൽ തന്നെ, എന്റെ കയ്യിലൊന്നും സ്വർണ്ണോ ഗോൾഡോ ഒന്നുമില്ല. അപ്പം നമുക്കൊരു ചെറിയൊരു പൊന്ന് കിട്ടണ്ടിക്കൽ തന്നെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കണം. അല്ലാണ്ട് മലദ്വാരം വഴിയൊന്നും കടത്താനൊന്നും നമുക്കറിയില്ല. മനസ്സിലായിനാ ഫാസില അനീഷേ? ആ കമന്റ് അങ്ങ് മുക്കിയിട്ടുണ്ട് ഓള്. എന്തിനാ മുക്കിയ? ഓളോ ഓനോന്ന് അറിയില്ല. എന്തായാലും ഓളോ ഓനോന്ന് എനിക്കൊന്നും അറിയില്ല. 2-3 ദിവസം മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫേക്ക് ഐഡി എടുത്ത ചങ്ങാഴ്ചിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആളാരാന്ന് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ വന്നത്. ഈ സംഭവം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഫാസില അനീഷ് എന്ന് പറയുന്ന അവര് ഒരു കമന്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി തെണ്ടിത്തരം കമന്റ് അല്ലടോ ഇടേണ്ടത്. ആശയത്തിന് ആശയപരമായിട്ട് നമുക്ക് സംവാദിക്കാം. തനിക്ക് തന്റെ ഇടമുണ്ടോ സംവാദിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് സംവാദിക്കാം. ലൈവിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം ഇതില്ലാത്ത കാര്യമാണ് എന്നുള്ള കാര്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞ, മലപ്പുറത്തുള്ള ആടെയുള്ള ആൾക്കാർക്ക് 6000-ന്റെ മേലെയുള്ള ആൾക്കാർക്ക് രോഗം മഞ്ഞപ്പിത്തം വന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റ് ഇട്ടതിനെ പറ്റിയിട്ട് പറയുമ്പോഴാണ് ഇവറ്റകൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത്. എന്തിന് കുരുപൊട്ടേണ്ട ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് കുരുപൊട്ടേണ്ട ആവശ്യകത, അതായത് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല്, നമ്മളൊരു വിശ്വാസത്തിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല്, അതിനെപ്പറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഉടനടി വർഗീയത, ജാതി, ഭ്രമം, മറ്റേത്
ഈ ഇതൊക്കെ പറയാൻ തനിക്കൊന്നും നാണമില്ലടോ. അതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇതാ ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഉണ്ട്. അപ്പോ ഇതാണ്, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ വന്നിട്ട് ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ബൈ ബൈ.